നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നാണ് നമ്മൾ ആ കാണേണ്ട കഥകളൊക്കെ നടക്കുന്നത്. ഒടുവില് മീനാക്ഷി സിയെ വെല്ലുവിളിക്കുകയാണ്. സാറേ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൃഷ്ണമംഗലക്കാരുടെ ഫയലിനെ കുറിച്ച്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ വിജിലൻസുകാരോട് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. സാറ് പറഞ്ഞു കൃഷ്ണമംഗലക്കാരുടെ ഫയല് സൈൻ ചെയ്യുവാണെങ്കിൽ എന്നെ വെറുതെ വിടൂന്ന്. അത് മാത്രമല്ല ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യമായി. സാർ ആർക്ക് വേണ്ടിയിട്ടാ ജോലി ചെയ്യുന്നെന്നുള്ള കാര്യം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിലേ സാറിന്റെ തൊപ്പി തെറിക്കും എന്നേക്കുമായിട്ട്. വേണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അയാളൊന്നിങ്ങനെ നോക്കി നിൽക്കുവാണ്. അതുകൊണ്ട് സാറേ കൂടുതൽ എന്നെ പേടിപ്പിക്കാൻ വരില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, നീ കോടതിയിൽ എത്തിയല്ലേ, കോടതിയിലെത്തി മൊഴി കൊടുത്താലല്ലേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാനാ തീരുമാനിക്കുന്നേ നീ കോടതിയിൽ എത്തണോ വേണ്ടയോന്ന്. മീനാക്ഷി ഭയന്നില്ല. മീനാക്ഷി പറഞ്ഞു, സാറേ പുറത്ത് എന്റെ കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, സാറിനറിയാലോ, അവര് വെറുതെ ഇരിക്കും സാറിന് തോന്നുന്നുണ്ടോ? ഈ സ്റ്റേഷൻ സാറിന്റെ അണ്ടറിലായിരിക്കും, പക്ഷേ എങ്കില് ഇതിന് പുറത്തേക്ക് അത് സാറിന്റെ പരിധിയിലല്ല. അപ്പൊ എന്താ സംഭവിക്കണം സാറിനറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സി ഐ ഇങ്ങനെ നോക്കുവാണ് രൂക്ഷമായിട്ട്. അതുകൊണ്ട് സാറ് തൽക്കാലത്തേക്ക് ഇത് ഈ ആഹാരം കഴിച്ചോളാൻ പറഞ്ഞു. ഇതെനിക്ക് വേണ്ട. കൃഷ്ണമംഗലക്കാർക്ക് അടിമപ്പണി ചെയ്യുന്നോണ്ട് കിട്ടുന്നല്ലേ, ഇതിന്റെ ആവശ്യം എനിക്കില്ല, എനിക്കിത് കഴിക്കേണ്ട കാര്യമില്ല, സാറ് തന്നെ ഇതങ്ങോട്ട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് മീനാക്ഷി അപ്പുറത്തേക്ക് മാറിപ്പോവാണ്. കാരണം തട്ടിയേറ്റവരായിപ്പോ സി ഐ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കയ്യും കുടഞ്ഞിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുവാണ്. ഇവളാള് പുലിയാന്നുള്ള കാര്യം സി ഐക്ക് മനസ്സിലായി. ഇതേ സമയം ആകാശും ആര്യനും ധർമ്മനും കൂടി വീണയുടെ വീട്ടിലേക്കുന്നു. വീണയുടെ ഹസ്ബൻഡ് CCTV ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതിനുശേഷം ആകാശാന്നും പറഞ്ഞ് തൻ്റെ അടുത്ത് വന്ന് പണം മേടിച്ച അയാളെ കാണിച്ചു കൊടുക്കണം. അതെ ഇയാളാണ് ആകാശാന്ന് പറഞ്ഞ് തൻ്റെ അടുത്ത് വന്നേന്ന് പറഞ്ഞു. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇവരൊക്കെ അന്തം വിട്ട് നോക്കുവാണ്. ഇത് ഏതവനടാ എന്നുള്ള രീതിയിൽ. ആ സമയത്ത് വീണയുടെ ഹസ്ബൻഡ് പറഞ്ഞു, എന്ത് ചെയ്യാനെന്ന് പറ, ദേവമംഗലത്ത് പല ഫംഗ്ഷനും നടന്നു. അന്നൊക്കെ വീട് എന്നോട് പറഞ്ഞ നമുക്ക് അവിടെ പോയിട്ട് വരാന്ന്. പക്ഷെ ഞാനാണെങ്കിലോ ഓരോ തിരക്കുകളൊക്കെ പറഞ്ഞ് വരാതിരുന്നു. വരുമായിരുന്നെങ്കിൽ ആകാശനെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, ഇനിയിപ്പൊ എന്തു ചെയ്യും നമ്മള്? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല ഇയാള് തന്നെയാണോ ഇനിയിപ്പം നമ്മുടെ അമ്മയുടെ കൈ കൊണ്ട് പൈസ കൊടുത്തത് നമ്മൾ അറിയണോന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അത് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടുത്തെ CCTV ദൃശ്യങ്ങൾ എടുത്താൽ മതി. CCTV ഫുട്ടേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശം പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യുക, നീ അമ്മയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ആ CCTV ഫുട്ടേജ് നിന്റെ ഫോണിലേക്ക് ഇട്ടുതരാൻ പറ എന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അതിന് കോമതി ചേച്ചിയെ വിളിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അനുവിനെയോ ദേവിനെ ആരെങ്കിലും വിളിക്കണം. ഒരു കാര്യം ചെയ്യാം, നീ അനുവിനെ വിളിക്കടാന്ന് ആര്യനോട് പറഞ്ഞു. ആര്യനെ അനങ്ങാതെ നിൽക്കുകയാണ്. പിന്നീട് ആകാശനോട് പറഞ്ഞു, എടാ ആരെങ്കിലും ഒന്ന് അനുവിനെ വിളിക്കാൻ പറഞ്ഞു. പക്ഷെ രണ്ടുപേരും അനങ്ങുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ധർമ്മൻ അവരെ അങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അതെ, ഈ സമയത്ത് ഇങ്ങനെ വാശിയും വൈരാഗ്യം ആയിട്ടിരുന്നിട്ട് കാര്യമില്ല. അനുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലടാ, എല്ലാ അലോകിന്റെ പണിയായിരുന്നു. ഇനി നിങ്ങൾ അവളോട് മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല, ഒന്ന് വിളിക്കടാ എന്ന് പറഞ്ഞു. ആകാശം ആര്യനും പരസ്പരം നോക്കുക. എടാ നിന്നോടൊക്കെയല്ലേ വിളിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചു. ഒടുവില് ആര്യ ഫോൺ എടുത്ത് അനുവിന്റെ നമ്പറിലേക്ക് വിളിക്കുക. ആര്യന്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുവിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ. അങ്ങനെ അനു കോളെടുത്ത് കണ്ണൊക്കെ നിറഞ്ഞ അനുവിന്റെ എന്താ ഏട്ടാന്ന് ചോദിച്ചു. അനു ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. പിന്നീടാണ് ആര്യം പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യാം, ആ CCTV ഫുട്ടേജ് ഇന്നലത്തെ എടുത്തിട്ട് എന്റെ ഫോണിലേക്ക് ഒന്ന് ഇട്ട് തരാൻ പറഞ്ഞു. അമ്മയ്ക്ക് പണം കൊടുത്ത് ആരാന്ന് അറിയാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. ശരിയേട്ടാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അനുവിന് അപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത്. തന്റെ ഏട്ടൻ തന്നെ വിളിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. ഇതേ സമയത്ത് മീനാക്ഷി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴത്തേനും ജലന്റെ അവിടെ നിന്ന് മിത്ര മീനാക്ഷി ചേച്ചിന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് മീനു അങ്ങോട്ട് നോക്കി. നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ പുറത്ത് പോലീസുകാരും കണ്ടില്ല, അതുകൊണ്ടാണ് ഇതുവഴി വന്നേന്ന് പറഞ്ഞു. അല്ല മിത്ര, നീ പോയിക്കോ, ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സാരമില്ല, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, വിഷമോ എനിക്കാ, ഞാനിതിന് പേടിക്കണം, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, നിങ്ങൾ സങ്കടപ്പെടാതിരുന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു പോലീസുകാരനും കൂടെ വന്നു. ഓഹോ, അപ്പൊ ഇതാണല്ലേ പരിപാടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് ദുർവിനിയോഗം ചെയ്യുമല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, സാറേ ഇതെന്റെ സിസ്റ്ററാന്ന് പറഞ്ഞു. മിത്ര നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മിത്ര അവിടെ നിന്ന് പോയി. ഈ സമയത്ത് വല്ലാതെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുകയാണ് ആകാശം ആര്യനും ഒക്കെ. എന്താ എങ്ങനെയാന്നും അറിയത്തില്ല. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആര്യന്റെ ഫോണിലേക്ക് അനുമോള് വിളിക്കുകയാണ്. ചേട്ടാ
ഞാൻ ആ CCTV ഫൂട്ടേജ് ഒക്കെ ചേട്ടൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യനത് പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ വന്ന അതേ അയാൾ തന്നെയാണ് കോമന്റെ കൈ ക്യാഷ് കൊണ്ടേ കൊടുക്കുന്നേ. അവർ രണ്ടുപേരും ഒന്നാണ്. ആ സമയം ആകാശ് പറഞ്ഞു, നോക്കടാ, ഇത് അയാള് തന്നെയല്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു. ഇയാൾ ആരാ എന്താ ഏതാന്ന് നമുക്കറിയത്തില്ല. ആര്യം പറഞ്ഞു, ശരിയാ, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്, വലിയൊരു ചതി തന്നെ നടന്നിരിക്കുന്നേ. പക്ഷെ ഇയാൾ എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു അതാണ് മനസ്സിലാകാത്തെ. ഇയാളെ നമുക്കൊരു പരിചയമില്ലല്ലോ, നമ്മുടെ ശത്രു എന്ന് പറയാനും പറ്റില്ല. ആ സമയത്ത് ആര്യം പറഞ്ഞു, അത് ശരിയാ, പക്ഷേ എങ്കില് ഇതിന്റെ പിന്നെ ചതിയാ നടന്നിട്ടുള്ളെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ആരാന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, എന്താടാ നീ ഉദ്ദേശിക്കുന്നേ? കൃഷ്ണമംഗലംകാര് അവരല്ലേ നമ്മുടെ ശത്രുക്കള്. എടാ, അവരിങ്ങനെ ഓരോന്നൊക്കെ പറയുമെങ്കിലും അവരിങ്ങനെ ചെയ്യുവോ എന്ന് ധർമ്മം ചോദിച്ചു. എന്റെ മാമ അതൊന്നും പറയാൻ പറ്റില്ല. ഇതിലപ്പുറം ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ട്രിക്ക് ഇറക്കാന്ന് പറഞ്ഞു. പിന്നീട് ആകാശിനോട് പറഞ്ഞു, ആകാശെ നീ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, എത്ര വട്ടം വിളിച്ചു അയാളുടെ നമ്പറിലേക്ക്, അയാളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, നീ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, ആ നമ്പര് മാമന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്താ? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മാമന്റെ ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോഴത്തേനും ധർമ്മം ചോദിച്ചു, അതെന്തിനാ? അതൊക്കെ ഉണ്ട്, പണിയുണ്ടെന്ന് പറഞ്ഞു. കാരണം ആകാശ് കുറെ തവണ വിളിച്ചല്ലേ, ഒന്നുകൂടെ ഒന്ന് വിളിച്ച് ധർമ്മനെ കൊണ്ടൊന്ന് വിളിപ്പിച്ച് നോക്കാന്ന് ഓർത്ത് ഇരിക്കുമായിരുന്നു. പിന്നെ സ്വിച്ച് ഓഫ് ആന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ധർമ്മന്റെ ഫോൺ വാങ്ങി. ധർമ്മന്റെ ഫോൺ വാങ്ങിയിട്ട് ആകാശിനോട് പറഞ്ഞു, ആകാശേട്ടാ, മാമന്റെ ഫോണിൽ നിന്ന് ഞാൻ പറയുന്ന പോലെ അങ്ങ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്താടാ, എന്താ കാര്യം? കൃഷ്ണമംഗലംകാരാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന CA നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാ ഞങ്ങളോടൊക്കെ പെരുമാറിയത്. അപ്പൊ അതിനർത്ഥം എന്താ? കൃഷ്ണമംഗലംകാർക്ക് വേണ്ടിയിട്ട് അയാൾ സേവ് ചെയ്യാമെന്നല്ലേ? അപ്പൊ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? നമുക്ക് അങ്ങനെയാണ്, ഒന്ന് എറിഞ്ഞു നോക്കാം, ചിലപ്പോൾ വീഴുവോന്നറിയാലോ. ആകാശേട്ടാ, അതിനകത്തുനിന്ന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അതെ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. CA രാമഭദ്ര സാറിന് ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കണം. അയാൾ ഫോൺ എപ്പോഴേലും ഓണാക്കുമല്ലോ, ഓണാക്കണ സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കാണും, അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആകാശ് അങ്ങനെ ധർമ്മന്റെ ഫോണിൽ നിന്ന് ടൈപ്പ് ചെയ്ത് അയക്കുവാണ്. പിന്നീട് അവരിങ്ങനെ അക്ഷമയോടുകൂടി കാത്തിരിക്കുവാണ്. അയാൾ എപ്പോഴേലും ഫോൺ ഓണാക്കുവാണെങ്കിൽ ഈ മെസ്സേജ് കണ്ടാൽ തിരിച്ചു വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാ. കാരണം അയാൾക്ക് ഈ CAയ്ക്കും ഒക്കെ ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഈ സമയത്ത് കള്ളത്തരം കാണിച്ച് അയാൾ പോയി കാറിലേക്ക് കയറാൻ തുടങ്ങുവാണ്. പിന്നെ അപ്പോഴാണ് അയാളോർത്ത് ഫോൺ ഓണാക്കിയില്ലോന്നോർത്ത് അയാൾ ഫോണൊന്ന് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേനും മെസ്സേജ് കാണുന്നത്. മെസ്സേജ് കണ്ട ഉടനെ തന്നെ അയാൾ വിളിക്കുവാണ്. ധർമ്മന്റെ ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഞെട്ടലോടെ നോക്കുവാണ്. അപ്പൊ അയാളെ വിളിക്കുന്നത്, എടാ ഇതേ അയാളെ വിളിക്കണേന്ന് പറഞ്ഞു. പെട്ടെന്ന് ആര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, മാമൻ എടുത്ത് സംസാരിക്കുക, മാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ മാമൻ അങ്ങോട്ട് സംസാരിക്കാൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ധർമ്മം സംസാരിക്കാൻ തുടങ്ങി. ഹലോ പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ? എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് കണ്ടിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, CA സാറിന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല, പ്രശ്നമാവും, അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അതിപ്പോ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് നേരിട്ട് കണ്ടു പറയേണ്ടതാ. പിന്നെ ആ കേസിന്റെ കാര്യത്തിൽ 1-2 ഫയൽസും കൂടെ ഒപ്പിടിക്കാനുണ്ട്. ഒരു കാരണവശാലും മീനാക്ഷിക്ക് ജാമ്യം കിട്ടില്ല, അതിനു വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, അല്ല എവിടേക്കാ വരണ്ടേ? അതൊക്കെ പറയാം, ഒരു കാര്യം ചെയ്യാൻ ലൊക്കേഷൻ മാപ്പ് ഒന്ന് ഇട്ടുതരാൻ പറഞ്ഞു. അതൊക്കെ ഇട്ടുതരാം, പിന്നെ അറിയാലോ ആ ഫയല് ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അല്ല മീനാക്ഷിക്കിട്ട് പണി നല്ല 8ന്റെ പണി തന്നെയല്ലേ കിട്ടിയത് എന്ന് ചോദിച്ചു. ധർമ്മം പറഞ്ഞു, അതെ അതെ, മീനാക്ഷിക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. ഇനി ബാക്കി പണിയും കൂടെ നമ്മൾ കൊടുക്കാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ ധർമ്മനോട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമല്ലേന്ന് ചോദിച്ചു. അച്യുതനും അവർക്കും ഇതിനൊക്കെ ഇതിനകത്ത് പങ്കിടുന്നുള്ള കാര്യം മനസ്സിലായി. ഒടുവിൽ എന്ത് ചെയ്തു, അവര് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തു, അവിടേക്ക് അയാൾ വരുവാണ്. ഈ സമയത്ത് ധർമ്മനാണ് പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ബാക്കിയെല്ലാം മാറി നിൽക്കുമായിരുന്നു. ധർമ്മൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു, അല്ല നിങ്ങളാണോ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അതെ, എന്തിയെ CA സാർ എന്തിയെ? CA സാർ അപ്പുറം മാറി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
CI മാത്രമല്ല SP ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തനിക്ക് ഇതും കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ കൃഷ്ണമംഗലംകാർ പൈസ തരും. ഈ സമയത്ത് അയാൾ പറഞ്ഞു, അച്യുത് സാറിനൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു കാര്യത്തിൽ. ഇനിയിപ്പോൾ അവള് പുറത്തിറങ്ങത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അത് ശരിയാ, എല്ലാവർക്കും സന്തോഷമാവെന്ന് പറഞ്ഞു. ഒടുവിൽ ആകാശിന്റെ ആൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവരൊക്കെ ആരാന്നൊക്കെ ചോദിച്ചു. ഇവരല്ലേ SP നിൽക്കുന്നു, DGP നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് അപകടം എടുത്തു. അപ്പോഴേക്കും ആകാശ് അവന്റെ തോളത്തേക്ക് കൈവച്ചു. എടാ, നീ ആരാന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നേ? എടാ, എന്റെ ഭാര്യയാടാ മീനാക്ഷി. അവളെ കൊടുക്കാൻ ശ്രമിച്ച നിന്നെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? നിന്നിപ്പോ തല്ലി കൊല്ലേണ്ടതാ. പക്ഷെ ഇപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിലേ എന്റെ മീനുവിനെ പുറത്തിറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിക്കുന്ന സാക്ഷിയായിട്ട് നിന്നെ വേണമെന്ന് പറഞ്ഞു. നീ വേണം കാര്യങ്ങളൊക്കെ വന്ന് പറയാനായിട്ട്. നിന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അയാളെ കൈകാര്യം ചെയ്യുവാണ്. ഈ സമയം ബാലിനും മിത്രയൊക്കെ സ്റ്റേഷന് പുറത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുവാണ്. അപ്പോഴേക്കാണ് ഗോമതി മിത്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അങ്കിളെ, അപ്പച്ചി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഗോമതി വിളിച്ചോണ്ടിരിക്കുക. വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ മറുപടി പറയുന്നേ? ഒരു കാര്യം ചെയ്യാം, കോടതി ഹാജരായി കഴിയുമ്പോൾ ജാമ്യം കിട്ടുമെന്ന് പറ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു, അല്ല അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒടുവിൽ കോൾ അറ്റൻഡ് ചെയ്തിട്ട് മിത്ര ചോദിച്ചു, എന്താ അപ്പച്ചിന്ന് ചോദിച്ചു. അല്ല നിങ്ങളെന്താ ഇതുവരെയായിട്ടും വരാത്തെ? മീനാക്ഷിക്ക് ജാമ്യം കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചു. കിട്ടും, കോടതി ഹാജരാക്കില്ല, ഹാജരാക്കി കഴിയുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ഗോമതി ഹലോ ഹലോ പറഞ്ഞെങ്കിൽ മിത്ര കോള് കട്ട് ചെയ്യുക ചെയ്തേ. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഒരു കാറും ബൈക്കും വന്ന് നിൽക്കുന്നേ. ബൈക്കേന്ന് ആരിനും ധർമ്മനും കൂടെ ഇറങ്ങി. കാറിൽ നിന്ന് വീണാ മാഡത്തിന്റെ ഹസ്ബൻഡും ആകാശും പിന്നെ ഒരുത്തനെയും കൂടെ പിടിച്ചിറക്കുവാണ്. അയാളെ കണ്ടുകഴിഞ്ഞപ്പോൾ ബാലിനൊരു പരിചയവും തോന്നിയില്ല. അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അളിയ, ഇവനാണ് എല്ലാത്തിൻ്റെയും പിന്നില്, ഇവനാണ് ആളെന്ന് പറഞ്ഞു. അതെ, ആകാശം ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കടാന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാലന്റെ അന്താളിപ്പോട് കൂടിയിട്ട് അവനെ നോക്കുകയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനുള്ളിൽ CI മീനാക്ഷിയോട് പറഞ്ഞു, എടി നീ എന്താ പറഞ്ഞേ? കോടതി ഹാജരാക്കുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാര് ദേവമംഗലംകാര് വരുമെന്നും ഒക്കെയല്ല പറഞ്ഞോണ്ടിരുന്നേ. അത് സാറേ, ദേവമംഗലംകാരങ്ങനെ വെറും വാക്ക് പറയാറില്ല, പറഞ്ഞിട്ടുണ്ട് അവര് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യടി നിന്റെ ദേവമംഗലംകാരെന്ന് ചോദിച്ചു. പറഞ്ഞു തീരുമല്ല, ടേബിളിലേക്ക് ഈ പറയുന്ന ചതി ചെയ്തവനെ കൊണ്ടുവന്നങ്ങോട്ട് ഇടുവാണ്. ആരിനെ എല്ലാരും കൂടെ ചേർന്നിട്ട്. പെട്ടെന്ന് ഒരു നിമിഷം CI ഞെട്ടിപ്പോയി. ഞെട്ടലോടുകൂടി ഇയാളെ നോക്കണം. ആ സമയത്ത് ആര്യം പറഞ്ഞു, സാറിന് തെളിവല്ലേ വേണ്ടത്? ദേവമംഗലംകാര് പറഞ്ഞു തന്നെയാ, അതിനുള്ള തെളിവുകളുമായിട്ടാ വന്നിരിക്കുന്നേ. ഇതാണ് തെളിവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ CIയുടെ ഭാവവാക്യങ്ങൾ മാറി. നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിലേ അത് കോടതി പറഞ്ഞാൽ മതി, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. സാറല്ലേ പറഞ്ഞത് കോടതി ഹാജരാക്കുന്നതിന് മുമ്പ് തെളിവ് കൊണ്ടുപോവാ, എങ്കില് മീനാക്ഷിയടുത്തെ വെറുതെ വിടാന്ന്. എന്റെ മീനാക്ഷിയടുത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആര്യനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും CI പറഞ്ഞു, അതൊക്കെ അവിടെ പോയി തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, സാറേ ഞങ്ങൾ കോടതിയിലേക്ക് പോകുക. എന്നാല് കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സാറിന് തന്നെയായിരിക്കും ബുദ്ധിമുട്ട്. പിന്നെ സാറിന്റെ തൊപ്പി തലയെ കാണത്തില്ല. ഞങ്ങൾ കോടതിയിൽ പോയി പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ എന്താ അത് വേണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അങ്ങനെയാണ് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്കുക, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. ആ സമയം ആര്യം പറഞ്ഞു, അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ, അങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറയാൻ പറ്റുമോന്ന് ചോദിച്ചു. എന്ത് കാര്യങ്ങള്? അതിന് തെളിവുകളൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. മാമ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം ഫോൺ എടുത്ത് കയറി പോരാൻ പറയണം. ആ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞോണ്ട് കുറെ മീഡിയക്കാരെല്ലാരും കൂടെ അകത്തേക്ക് ഇരച്ചു കയറി വന്നു. ഒരു നിമിഷം CI ഞെട്ടിപ്പോയി. ഇതെന്താ ഇവരൊക്കെ? മീഡിയാസിന് സ്റ്റേഷനിൽ എന്താ കാര്യം? ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അങ്ങനെ കൂടെ ഇറക്കി വിടാൻ വരട്ടെ സാറേ, അവരിവിടെ നിൽക്കട്ടെ. സാറിന് എന്താ എത്ര പേടിയെന്ന് ചോദിച്ചു. CI രാമഭദ്രന്റെ ആകപ്പാടെ പെട്ട് നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ കഥയൊക്കെയാണ് ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി കഥയായിട്ട് വൈകുന്നേരം വരാം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ആദ്യമായി കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.